സ്ത്രീയാണ് വീടിൻ്റെ വിളക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു സ്ത്രീയുടെ പ്രവൃത്തി അനുസരിച്ചാണ് ഒരു വീടിൻ്റെ നിലനിൽപ്പ്. അതുപോലെ തന്നെ ഒരു വീടിൻ്റെ ഐശ്വര്യം, ദോഷങ്ങളും അവളുടെ കൈകളിലാണ്. ഗൃഹത്തിൻ്റെ പൊതു നടത്തിപ്പ്, അടുക്കള, ചിട്ടയായുള്ള നടപടിക്രമങ്ങൾ, ധനവിനിയോഗം, ഗൃഹം വൃത്തിയായി സൂക്ഷിക്കുന്നതിൻ്റെ ചുമതല ഭർത്താവ്, കുട്ടികൾ, മറ്റുള്ളവർ തുടങ്ങിയ ഒരു വീടിൻ്റെ ഐശ്വര്യം നിലനിർത്തേണ്ടത് സ്ത്രീകളായ നമ്മളുടെ കടമയാണ്. സ്വഭാവശുദ്ധിയും ഐക്യത്തോടുകൂടി ഒത്തൊരുമിച്ച് ഗൃഹത്തിലെ പ്രകാശമാനമാക്കാനുള്ള കഴിവും നമ്മുടെ കയ്യിലാണുള്ളത് എന്നതിലാണ് നമ്മളെ സ്ത്രീകളെ വീടിൻ്റെ വിളക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഒരു വീടിൻ്റെ ആ അന്തരീക്ഷം അത് നമ്മൾ ഐശ്വര്യമുള്ളതാക്കി മാറ്റാനായിട്ട് നമ്മൾ സ്ത്രീകൾ ശ്രമിച്ചാൽ നടക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ നമ്മളൊരു വീട്ടിൽ പ്രഭാതത്തിൽ വിളക്ക് കത്തിക്കുക, വൈകുന്നേരം വിളക്ക് കത്തിക്കുക. എന്തുകൊണ്ടാണ് ഈ പ്രഭാതത്തിൽ വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത്? പണ്ട് മുതലേ നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യമാണ്. സൂര്യോദയത്തിന് മുമ്പ് അതിരാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയായ നിലവിളക്ക് കത്തിച്ച് വയ്ക്കുകയും ലക്ഷ്മി ദേവിയെ ആവാഹിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് ഹരിനാമകീർത്തനം പൂർണ്ണമായി ജപിക്കുന്നതും നല്ലതാണ്. ഇതിലൂടെ മനസ്സ് ശുദ്ധമാകുകയും വീടിൻ്റെ ഐശ്വര്യം കൈവരിക്കുകയും ചെയ്യും. നമ്മൾ ഏത് പ്രാർത്ഥനയാണ്, ആരാണേലും എന്താണെങ്കിലും രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാകാതിരിക്കാൻ, നമ്മൾക്ക് മറ്റുള്ളവർക്ക് മുറിവുകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ വില്ലിനേക്കാൾ വേദന മൊഴിയാമ്പുകൾക്ക് ഉണ്ട് എന്നാണ്. അത് മനുഷ്യഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന ആഘാതവും ഒത്തിരി വലുതാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ സ്വയം നിയന്ത്രിക്കേണ്ടതും സർവ്വതവും നിയന്ത്രിച്ചില്ലെങ്കിലും തൻ്റെ നാവിൽ നിയന്ത്രണം പാലിക്കണം. അങ്ങനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വാക്കുകളുടെ പിഴവ് മൂലം ദുഃഖങ്ങൾ ഉണ്ടാകാനായിട്ട് ഇടയാകും. നമ്മളെ സ്വയം നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിക്കുക, നമ്മളുടെ നാവിനെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഒരു പരിധിവരെ എല്ലാം നല്ലതായിട്ട് വന്നോളും. അതുപോലെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സുമാണ് കാക്കപ്പെടേണ്ടത്. പഞ്ചേന്ദ്രിയങ്ങളിൽ മനുഷ്യരുടെ നിയന്ത്രണം ഇല്ലാതെ നാവിന് കൂടുതൽ ദുഃഖങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് സാരം. വില്ലിൽ നിന്നും ചൊല്ലമ്പ് മനുഷ്യഹൃദയത്തിൽ വേദന കൂടുതൽ സൃഷ്ടിക്കും. വില്ലമ്പിനേക്കാൾ കൂടുതൽ വേദന മൊഴിയമ്പുകൾ മനുഷ്യഹൃദയങ്ങളിൽ സൃഷ്ടിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ആലോചിച്ചും അളന്നും നമ്മൾ വാക്കുകൾ പ്രയോഗിക്കാൻ ശ്രമിക്കുക. ആലോചന കൂടാതെ അവസരോചിതമല്ലാതെയും പ്രയോഗിക്കുന്ന വാക്കുകൾ അനേകം ദുഃഖങ്ങളും അപ്രതീക്ഷിതമായ ആഘാതങ്ങളും വരുത്തിവെക്കും. സ്വന്തം മാനാഭിമാനങ്ങൾ തുടച്ചു നീക്കും. അത്തരം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അത് വിഷമാണ്. ആ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് നല്ലതുകൊണ്ട് നമുക്ക് പറഞ്ഞ് എല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞ് എല്ലാവരെയും മനസ്സിലാക്കാനായിട്ട്, നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ മധുരം നിറഞ്ഞ കനികളിൽ ഇരിക്കവേ പഴുക്കാത്തതും മധുരമില്ലാത്തതുമായ കായകളെ കൈക്കൊള്ളുന്ന പ്രവണത പോലെയാണ് മൊഴികൾ ഉള്ളിലിരിക്കുമ്പോൾ പരുക്കനായി എന്തിനാണ് വാചാലനാകുന്നത്? മധുരമൊഴികൾ നമ്മുടെ ഉള്ളിലുണ്ട്, പിന്നെ നമ്മളെന്തിനാണ് പരുക്കനാകുന്നത്? മധുരം നിറഞ്ഞ പഴങ്ങൾ ഇരിക്കുന്നിടത്തു നിന്നും ഭോജനത്തിനായി ആ പഴങ്ങളെ കൈക്കൊള്ളാതെ അതിനിരികെ അടക്കി വെച്ചിരിക്കുന്ന പഴുക്കാത്ത മധുരമില്ലാത്ത കായ്കളെ കൈക്കൊള്ളുന്ന രീതി പോലെയാണ് ഒരാൾ തൻ്റെ ഉള്ളിൽ നല്ല പദങ്ങൾ ഉള്ളപ്പോൾ അത് ഉപയോഗിക്കാതെ പരുക്കൻ പദങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ് സാരം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നല്ല വാക്കുകളുണ്ട്, നല്ല പദങ്ങളുണ്ട്, അത് നമ്മൾ പ്രയോഗിക്കുക. അല്ലാതെ നമ്മൾ ആ പരുക്കൻ പദങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നല്ല മധുരമുള്ള പഴങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, പിന്നെ ഈ പഴുക്കാത്ത കായ്കളെ തേടി നമ്മൾ എന്തിനാണ് പോകുന്നത്? അതുപോലെ നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലാത്ത ജീവിതം എന്തിനു തുല്യമാണ്? ഉള്ളിൽ സ്നേഹമില്ലാത്ത ജീവിതം മരുഭൂമിയിൽ പട്ടമരം തളർക്കുന്നതിന് സമമാണ്. ഈറനില്ലാത്ത നെഞ്ച് സ്നേഹമില്ലാത്ത നെഞ്ചാണ്. അതിൽ ചലിക്കുന്ന ജീവൻ മരുഭൂമിയിൽ തളർത്ത പട്ടമരമാണ്. പട്ടമരം മരുഭൂമിയിൽ തളർത്താൽ അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. പട്ടമരം പോലെ സ്നേഹമില്ലാത്ത മനുഷ്യനാൽ ആർക്കും ഒരു നന്മയെ ലഭിക്കുന്നില്ല. മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ അവിടെ ദൈവം ജനിക്കുന്നു. സ്നേഹിക്കുന്ന ഹൃദയം ദേവാലയമാണ്. സ്നേഹിച്ചാലേ സ്നേഹിക്കപ്പെടുകയും സ്നേഹം കൂടാതെയുള്ള ലോകജീവിതം മരുഭൂമിയിൽ പട്ടമരം തളർത്ത പോലെ പാഴ് ജീവിതമെന്നും അർത്ഥമാക്കുന്നു. അപ്പോൾ നമ്മൾ സ്നേഹിക്കാനായിട്ട് പഠിക്കുക. സ്നേഹം ആണ് നമുക്ക് എല്ലാ സ്നേഹം കൊണ്ട് എല്ലാം നമുക്ക് കീഴടക്കാനായിട്ട് നമുക്ക് സാധിക്കുമല്ലോ. അന്യോന്യം സ്നേഹിക്കുമ്പോൾ അവിടെ ദൈവമുണ്ട്. സ്നേഹിക്കുന്ന ഹൃദയം ദേവാലയമാണ്.